സഹോദര, വളരെ ഗൗരവത്തോടെ ചിന്തിക്കേ. അല്ലാഹു പറയാം സൂറത്തുൽ ഫാത്തിർ, ഇപ്രകാരമാണോ നജ്സി, ഞാൻ പ്രതിഫലം കൊടുക്കുന്നത് കുല്ല കഫൂർ, സർവ നന്ദി കെട്ടവന്മാർക്കും. ജീവിതത്തിൽ ഒരുപാട് വാരിക്കോരി കൊടുത്തു, എന്നിട്ട് അതൊന്നും ഉപയോഗപ്പെടുത്തിയില്ല. അവൻ എല്ലാത്തിനോടും പുച്ഛം, എന്തിനോടും പരിഹാസം, എല്ലാം അവന്റെ ഇഷ്ടം, അവന്റെ ഭാര്യയുടെ ഇഷ്ടം, ബാപ്പന്റെ ഇഷ്ടം, ഉമ്മന്റെ ഇഷ്ടം, ആൾക്കാരുടെ ഇഷ്ടം, നാട്ടുകാരുടെ ഇഷ്ടം. എന്റെ ഇഷ്ടത്തെ മാത്രം നീ വകവെച്ചില്ല, എന്റെ താല്പര്യത്തെ മാത്രം നീ വകവെച്ചില്ല. മറ്റുള്ളവരുടെയൊക്കെ ഇഷ്ടം നേടലായിരുന്നു നിനക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ നീ അർമാദിച്ചു നടന്നു. കഫൂർ, നീ അങ്ങേയറ്റം നന്ദികേട് കാണിച്ചുകൊണ്ട് നീ ജീവിച്ചവനാണ്. നിനക്കുള്ള പ്രതിഫലം തന്നെയാണ് ഈ നരകം. വഹും യസ്തരിഖൂന ഫീഹാ. ആ സമയത്ത് ആ പാപികൾ, നന്ദികെട്ട മനുഷ്യന്മാർ, ആയുസ് റബ്ബിന്റെ തൃപ്തിയിലേക്ക് ഉപയോഗപ്പെടുത്താതെ ആയുസ്സിനെ നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ള പാപികൾ നരകത്തിയിൽ വെച്ച് ആർത്ത് നിലവിളിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. വഹും യസ്തരിഖൂന ഫീഹാ. ഇസ്തറഖ എന്ന് പറഞ്ഞാലേ സാധാ കരച്ചിലൊന്നുമല്ല. എവിടെ കേൾക്കുന്നറിയോ? ആകാശം മുട്ടുമാർ ഉച്ചത്തിലുള്ള അതിഗൗരവമായ പൊട്ടിക്കരയലാണ്. വഹും യസ്തരിഖൂന ഫീഹാ. എന്താ ആവശ്യം? നിലവിളിച്ചുകൊണ്ടൊരാവശ്യമുണ്ട്. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ. ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ വന്ന് പുറത്തേക്കിട്ടതായോ. എന്തിനാണ്? നഅമൽ സാലിഹാ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, മുമ്പൊക്കെ അത് ചെയ്യണം എന്ന് കേട്ടപ്പോഴും പറഞ്ഞപ്പോഴും പഠിച്ചപ്പോഴും ഒക്കെ അതിനോട് പുച്ഛമായിരുന്നു, അതിനോട് പരിഹാസമായിരുന്നു, വെറുപ്പായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയവരാണ് ഞങ്ങൾ. ഇനിപ്പോൾ അതൊക്കെ ചെയ്യണം എന്നൊരു മോഹമുണ്ട്. ഒന്ന് പുറത്തേക്കിട്ട് തരുമോ ഈ ശിക്ഷയില്ലെന്ന്? ആ ചോദ്യം കേൾക്കുമ്പോൾ റഹ്മാനായ റബ്ബിന് വല്ല അരിവും തോന്നുന്നു. അവൻ ആ സമയത്ത് ഏതെങ്കിലും നിലക്കുള്ള ഒരു കരുണ നമ്മളോട് ആ സമയത്ത് തോന്നുന്നു. കാരണം അവൻ റഹ്മാനാണ്. അതുകൊണ്ട് ഇവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ നിനക്ക് അവിടെ അത് വരുന്നു. അതുകൊണ്ട് അടുത്ത ചോദ്യം, അവനോട് തിരിച്ചുള്ള ചോദ്യം, അവലം നുഅമ്മിർക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് നൽകിയിരുന്നില്ലയോ? എത്രത്തോളം ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകി. മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് അതിനൊക്കെ വലിയ തൗഫീക്ക് കിട്ടുന്ന വിധത്തിലുള്ള ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നില്ലയോ? മാത്രമല്ല വജാഅകുമുൻ നദീർ, താക്കീതുകാരി നിങ്ങളുടെ മുമ്പിൽ വരികയും ചെയ്തിരുന്നില്ലയോ? ഫദൂഖു ഫമാലിൽ ളാലിമീന മിൻ നസീർ, അക്രമികൾക്ക് ഒരു സഹായവുമില്ല. റഹ്മാനായ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദര, ഞാൻ നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ വളരെ കൃത്യമായ വചനമാണ്. ഒന്ന് പോയിട്ട് പഠിച്ചു നോക്കൂ. ഫാത്തിറിലെ 37-ാമത്തെ ആയത്ത് മറിച്ചിട്ടൊന്ന് നല്ലോടെ ഇരുന്ന് ആലോചിച്ച് കരയ്. ഹൃദയത്തിലേക്ക് ഒരു നൂറ് കയറട്ടെ, ഒരു വെളിച്ചം കയറട്ടെ.